Hello friends, welcome back to my channel. അടുത്തൊരു ബ്രൈഡൽ ബ്ലൗസിന്റെ ഡിസൈനിങ് ആണ് കാണിക്കുന്നത്. ഇതിന്റെ നെക്ക് ലൈനും സ്ലീവും ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. സെറ്റ് മുണ്ടിന്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത്. 2 ലൈൻ ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആരി നീഡിൽ നമ്പർ 14 ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ബീഡ് ഔട്ട്ലൈനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ആരി നീഡിൽ നമ്പർ 24 എടുക്കുന്നുണ്ട്. അതുപോലെ ക്ലോത്തിന്റെ സെയിം കളർ മെഷീൻ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ ബീഡ് ഔട്ട്ലൈനിങ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു നെക്സ്റ്റ് ഒരു കട്ട് ബീഡ് ഉപയോഗിച്ച് ഒരു ലോഡിംഗ് സ്റ്റിച്ച് ആണ് കൊടുക്കുന്നത്. ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് എടുത്തിട്ട് 2 കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു ലോഡിംഗ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ലോഡിംഗ് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ലൈൻ ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെയിൻ സ്റ്റോൺ ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ചെയിൻ സ്റ്റോൺ ഇവിടെ റെയിൻബോ ഷെയ്ഡിൽ വരുന്നതാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോൺ ചെയിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ലൈൻ ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യം കൊടുത്തതുപോലെ ഒരു ലോഡിംഗ് സ്റ്റിച്ച് വീണ്ടും ഒരു ഷുഗർ ബീഡ് ലൈൻ കൂടെ കൊടുത്ത് ഈ ഒരു ബോർഡർ വർക്കിനെ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ലീഫിൻ്റെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തുനിന്നായിട്ട് ഇതുപോലെ ഒരു വി ലൈൻ ഒരു വി ഷേപ്പിലൊരു ലൈൻ 2 ലൈനായിട്ട് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ലീഫിൻ്റെ പാറ്റേൺ വരച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു ലീഫിന് ആദ്യം ചെയ്ത ലീഫിനോട് തൊട്ട് ചേർന്നിട്ടാണ് രണ്ടാമത്തെ ലീഫ് വരച്ചത്. ഔട്ട്ലൈനിങ് ചെയ്യുന്ന സമയത്ത് അത് ഒത്തിരി ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിക്ക് ചെയ്തു പോകുന്നത്. ഒരു ലീഫിൻ്റെ ഔട്ട്ലൈനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഷുഗർ ബീഡ്, ഒരു പേൾ ബീഡ്, ഒരു ഷുഗർ ബീഡ് ഈ ഒരു ഓർഡറിൽ ഒരു ബുട്ട പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു 2 സെറ്റ് ലീഫിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, അവിടെയായിട്ട് ക്ലോത്തിൻ്റെ സെയിം കളറിൽ വരുന്ന റൗണ്ട് സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്കും ഈ ഒരു നെക്ക് ലൈൻ കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. എൽബോ ലെങ്ത് സ്ലീവാണ്. ഇതിൻ്റെ ബോർഡറിലായിട്ട് ഇതുപോലെ ആർച്ചിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5.5 ഇഞ്ചോളം ലെങ്തിൽ വരുന്ന ഒരു ബോർഡറാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ആർച്ചിൻ്റെ ഒരു ഷേപ്പിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 2 ബോർഡറിലും നെക്ക് ലൈനിൽ കൊടുത്ത ആ ഒരു വർക്കാണ് കൊടുക്കുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ സ്ലീവിൻ്റെ ഒരു ടോപ്പിൽ ആ ഒരു മുകളിൽ വരുന്ന ബോർഡറിൽ മാത്രമാണ് ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ വരുന്നത്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഫ്ലോറൽ വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുക്കാം. സാധാരണയായിട്ട് ഇതുപോലുള്ള ഡിസൈനൊക്കെ നമ്മൾ ഒരുമിച്ചാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടി വന്നു. ഒത്തിരി സമയം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആലോചിക്കാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുത്തത്. അപ്പോൾ 2 സ്ലീവിലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 സ്ലീവിലും ഒരുപോലെ വരാനായിട്ട് ശ്രദ്ധിക്കണം. ട്രേസ് ചെയ്യുന്ന സമയത്ത് കാർബൺ പേപ്പർ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ട്രേസ് ചെയ്യുന്നത്. സ്റ്റെമ്മിൽ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ഔട്ട്ലൈനിങ് കൊടുക്കുന്നത്. ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒരു സ്റ്റോൺ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റോൺ ഇത്തിരി വലുതായി പോയി. അപ്പോൾ അത്രയും അളവിലുള്ള സ്റ്റോൺ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതൊന്ന് ചെറുതാക്കി വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു പെറ്റലിനെ ഒന്ന് വലുതാക്കി കഴിയുമ്പോഴത്തേക്കും സ്റ്റോൺ ചെറുതാവും. സ്റ്റോൺ വയ്ക്കുന്ന ഒരു സ്പേസ് ഒന്ന് ചെറുതാക്കാൻ പറ്റും. എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ വർക്ക് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓരോ പെറ്റൽസിലും കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ത്രെഡ് എടുക്കാം. ത്രെഡ് എടുത്തിട്ട് 4 കട്ട് ബീഡ്സ് ആണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പെറ്റലിൻ്റെ ആ ഒരു നടുക്ക് വന്നിട്ട് ചെറിയൊരു വിഡ്ത്ത് സാധാരണ 2 സൈഡേക്കാളും വിഡ്ത്ത് ഒന്ന് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് 4 ബീഡ് എടുക്കുന്നത്. പിന്നെ ബാക്കി 2 സൈഡിലായിട്ട് 3 ബീഡ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. 3 ബീഡ് വെച്ച് 2 ലൈനായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു പെറ്റലിനകത്ത് 5 സെറ്റ് ലൈനായിട്ടാണ് 5 ലൈനായിട്ടാണ് ഈ ഒരു കട്ട് ബീഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നൈസ് ബീഡ്സാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണത്തിൽ വ്യത്യാസം വരും.
അപ്പോൾ ഇതുപോലെ എല്ലാ പെറ്റൽസും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ സെൻറ്ററിൽ സ്റ്റോൺ ഒട്ടിച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ ആ ഒരു ത്രെഡൊക്കെ നമുക്ക് വെളിയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫ്ലവർ ഫില്ല് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റെമ്മിൽ ചെറുതായിട്ട് ചെറിയ ബ്രാഞ്ചൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്ലീവിൻ്റെ ആ ഒരു സെൻറ്ററിൽ കുറച്ചൊരു സ്പേസ് ഇങ്ങനെ ഓവറായിട്ട് കാണുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒത്തിരി അങ്ങ് ഫില്ലാക്കുന്നില്ല, മുഴുവനായിട്ട് ഫില്ലാക്കുന്നില്ല, ചെറുതായിട്ട് ആ ഒരു ഫില്ലാകുന്ന രീതിക്ക് ഷുഗർ ബീഡ് വെച്ചിട്ട് തന്നെ ഒരു റാൻഡം ഡോട്ട് വർക്കും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടി ആകുമ്പോഴത്തേക്കും ഈ ഒരു സ്ലീവിൻ്റെ ബോർഡർ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ സ്ലീവിൻ്റെ ഷോൾഡർ വരെയുള്ള ആ ഒരു പോർഷനിൽ ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു ഡോട്ട് വർക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഹാങ്ങിങ് ബീഡ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രാൻഡ് ലുക്കിൽ തന്നെ ഒരു ബ്ലൗസ് കിട്ടും. അപ്പോൾ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.